മെയ് 2-ാം തീയതി വിശുദ്ധ അത്തനേഷ്യസ് തിരുനാൾ ആഘോഷിക്കുകയാണ്. മെത്രാനാണ്, വേദപാരംഗതനായിരുന്നു വിശുദ്ധ അത്തനേഷ്യസ്. നിക്കിയ സുനോദോസ് കഴിഞ്ഞ് 3-ാം വർഷം മുതൽ 45 വർഷം അലക്സാൻഡ്രിയയിലെ പേട്രിയാർക്കായിരുന്നു ആ നാട്ടുകാരൻ തന്നെയാണ് ഡോക്ടർ അത്തനേഷ്യസ്. 17 വർഷവും വിപ്രവാസത്തിലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ച നിക്കിയ സുനോദോസിൻ്റെ വിശ്വാസ പ്രമാണം സർവ്വരാലും സ്വീകൃതമാക്കുവാൻ ചെയ്ത പരിശ്രമമാണ് അദ്ദേഹത്തെ വിപ്രവാസത്തിൽ നിന്ന് ഇറക്കിയത്. ഡോക്ടർ ഗ്രിഗറി നസിയാൻസൻ അത്തനേഷ്യസിനെ ഇങ്ങനെ വിവരിക്കുന്നു: അദ്ദേഹം അപരിചിതരെ സൽക്കരിക്കുന്നവനാണ്, ആശ്രിതരോട് കൃപാലുവാണ്, സകലർക്കും അഭികാമ്യനാണ്, വേഗം കോപിക്കുന്നവനല്ല, സംഭാഷണ ചരിതനാണ്, സ്വഭാവം മധുരമാണ്, വാക്കിലെന്ന പോലെ പ്രവൃത്തിയിലും കാര്യക്ഷമത പ്രകടമാണ്, ഭക്താഭ്യാസങ്ങളിൽ ഉത്സാഹിയാണ്, എല്ലാ തരക്കാരും പ്രായക്കാരുമായ ക്രിസ്ത്യാനികൾക്ക് സഹായകനാണ്. 325 നിക്കിയ സുനോദോസിൽ വെച്ച് അത്തനേഷ്യസിൻ്റെ പ്രതിഭയും പ്രശസ്തിയും പ്രകാശിതമായി. പിതാവും പുത്രനും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള വസ്തുത ശക്തമായി സുനോദോസിൽ വാദിച്ചു. സുനോദോസ് കഴിഞ്ഞ് 5-ാം മാസം അലക്സാൻഡ്രിയയിലെ പേട്രിയാർക്കായിരുന്ന അലക്സാണ്ടർ മരിച്ചു. ജനങ്ങൾ ഏകസ്വരത്തിൽ ആർപ്പുവിളിച്ചു: ഞങ്ങൾക്ക് അത്തനേഷ്യസിനെ തരിക, അദ്ദേഹം ഒരു നല്ല മെത്രാനായിരിക്കും. ഈജിപ്തിലെ മെത്രാന്മാർ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു. അന്ന് അദ്ദേഹത്തിന് 30 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്യൻ ഭാഷണതകൾ ചക്രവർത്തിമാരുടെ അനുഭാവം തേടി അത്തനേഷ്യസിനെ 5 പ്രാവശ്യം നാടുകടത്തി. ഓരോ പ്രാവശ്യം അദ്ദേഹം അദ്ദേഹത്തെ വധിക്കുവാൻ ഉദ്യമിക്കുകയും ചെയ്തു. പല പ്രാവശ്യം അദ്ദേഹത്തെ വധിക്കുവാൻ ഉദ്യമിച്ചു. ദൈവം അദ്ദേഹത്തെ കാത്തു. അത്തനേഷ്യസിൻ്റെ ശത്രുക്കളുണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന് മിത്രങ്ങളുണ്ടായിരുന്നു. വിപ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴെല്ലാം അലക്സാൻഡ്രിയയിൽ ജനത അദ്ദേഹത്തിന് നൽകിയ രാജകീയ സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. അക്കാലത്ത് വലിയ ഉത്സവങ്ങൾ വിവരിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നത് അത്തനേഷ്യസിൻ്റെ സ്വീകരണം പോലെയാണെന്നാണ്. കത്തോലിക്കരെ പാഷണ്ഡികൾ അന്ന് വിളിച്ചിരുന്നത് അത്തനേഷ്യൻസ് എന്നാണ്. അപ്പസ്തോലന്മാർക്ക് ശേഷം ക്രിസ്തുമതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ സംയുക്തമായി പഠിപ്പിച്ച ഒരാളാണ് അത്തനേഷ്യസ് എന്നത്തെ കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ആര്യൻ ഭാഷണതയുടെ വിവിധ വശങ്ങളെ പറ്റിയാണ്. മരുഭൂമിയിലെ വിശുദ്ധ ആന്റണിയുടെ ജീവചരിത്രം തപോജീവിത പ്രചാരത്തിന് അദ്ദേഹത്തിന് ഉപകരിച്ചിട്ടുണ്ട്. വിശുദ്ധ അത്തനേഷ്യസിനെ പോലെ ഈശോയുടെ ദൈവത്വത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. ദൈവപുത്രനായ ഈശോ പാപികളായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ അത്തനേഷ്യസിൻ്റെ മാധ്യസ്ഥം തേടുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഈ മക്കളിലേക്ക് നൽകണമേ. ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.